തിരുവനന്തപുരത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് പാറശാല, സംസ്ഥാനത്തെ 137ാമത്തെ മണ്ഡലം അല്ലെ. പാറശാലയിൽ CK ഹരീന്ദ്രനാണ് സിറ്റിംഗ് MLA. നോക്കാം CK ഹരീന്ദ്രന്റെ റേറ്റിംഗ്. 81.82, വലിയ മാർക്കാണ്. വലിയ അഭിപ്രായം. അദ്ദേഹത്തെ കുറിച്ച് ആ രീതിയിലുള്ള അഭിപ്രായം അവിടെ ഉണ്ട്. ഞങ്ങള് സർവേ നടത്തിയപ്പോൾ ഈ മാർക്ക് കണ്ട് ഞങ്ങൾക്ക് വളരെ ക്രോസ് ചെക്കിംഗ് അല്ല, നമുക്ക് അത്ര ഒരു പാൻ കേരള റീച്ചുള്ള MLA അല്ലല്ലോ. അതായത് തിരുവനന്തപുരത്ത് ഒരു പക്ഷേ എല്ലാവർക്കും അറിയായിരിക്കാം, അല്ലെ കേരളം മുഴുവൻ. അപ്പം നമ്മൾ ചോദിച്ചു, അപ്പം നമ്മൾ എക്സിക്യൂട്ടീവ്സ് പറഞ്ഞു, സാർ ഇവരെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അദ്ദേഹം 8-9 വളരെ ജനകീയനാണ്. ഇദ്ദേഹം ഈ പറഞ്ഞു വിട്ട് നമ്മുടെ KN ബാലഗോപാലിന്റെ ശൈലിയാണ്, വലിയ കെട്ടിപ്പിടുത്തം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പക്ഷെ മണ്ഡലം നന്നായി ശ്രദ്ധിക്കും. അതിന്റെ ദോഷം സമീപ പ്രദേശത്തുള്ള MLA-മാർക്കുണ്ട് എന്നുള്ളത്. കോമ്പറ്റീഷൻ 50 സംതിങ് ആണ് മാർക്ക് വരുന്നത്. ആൻസലിനെ കമ്പയർ ചെയ്യുന്നത് CK ഹരീന്ദ്രന്റെ പുറത്തും വെച്ചിട്ടാണ്. നിങ്ങൾ പാറശാലയിലേക്ക് നോക്കൂ. അപ്പൊ നമ്മൾ ചോദിച്ചു, ആൻസലിനും നെയ്യാറ്റിൻകരയും പാറശാലയും തമ്മിൽ ഇത്രയും വ്യത്യാസം എന്താണ് മാർക്കിന്? അത് ആൻസലിനെ കമ്പയർ ചെയ്യുന്നത് CK ഹരീന്ദ്രനെ വെച്ചിട്ടാണ്. CK ഹരീന്ദ്രൻ ഗംഭീര പെർഫോമൻസ്. അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ജനങ്ങൾ എല്ലാവരും 8-9 മാർക്കുകൾ തന്നെ റേറ്റ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാനത്ത് മൂന്നാമത്തെ റാങ്ക്. 140 MLA-മാരില് ഇടതുപക്ഷത്തിന്റെ 98 MLA-മാർ നോക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രവർത്തനം മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നു. വികസന വിഷയങ്ങളിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം MS അരുൺകുമാർ രണ്ടാമത്തെ റാങ്ക്, ഇത് മൂന്നാമത്തെ റാങ്കുകാരനായി. ഒന്നാമത്തെ റാങ്കുകാരനെ നമ്മൾ കാത്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യണം. എന്തായാലും 2ാം റാങ്ക് അരുൺകുമാറിനാണെങ്കിൽ 3ാം റാങ്ക് പാറശാല MLA CK ഹരീന്ദ്രനാണ്. ആ MLA-യുടെ ജനപ്രീതി ഒരു പ്രധാനപ്പെട്ട ഇന്ധനമായിരിക്കും LDF-ന് ആ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണ്. തിരുവനന്തപുരത്തെ എല്ലാ സിറ്റിംഗ് MLA-മാരും വീണ്ടും മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ജില്ലാ സെക്രട്ടറിക്ക് പോലും ഒഴിവ് കൊടുക്കാതെ എല്ലാ സിറ്റിംഗ് MLA-മാരെയും CPM വീണ്ടും മത്സരിപ്പിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. MLA-മാരുടെ ജനപ്രിയത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നോക്കാം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം. വലിയ സ്കോറാണ്. 57.65. UDF-ന് 29.57 ഉള്ളൂ. NDA 12.78. 28.08. പക്ഷെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ, ഇപ്പൊ കണ്ണൂരിലെയൊക്കെ മണ്ഡലത്തിൽ കിട്ടുന്നത് മാതിരി, അല്ലെങ്കിൽ മലപ്പുറത്തെ മണ്ഡലങ്ങളിൽ ലീഗിന് കിട്ടുന്നത് മാതിരി ഇത്രയും വലിയ മാർജിൻ ഉണ്ടാവും? കഴിഞ്ഞ തവണയും വലിയ മാർജിൻ. അതിലൊരു സംശയമുണ്ട്. കഴിഞ്ഞ തവണയും വലിയ മാർജിനിൽ ജയിച്ചൊരു മണ്ഡലമാണ്. അതിന് മുൻപത്തേക്കാൾ വലിയ മാർജിനിൽ. അതിന് മുമ്പത്തേക്കാൾ നമ്മൾ ഇത് പരിശോധിക്കേണ്ട മറ്റൊരു ഘടകം നോക്കുവാണെങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാർ രൂപീകരിച്ചതിൽ AT ജോർജ് അന്ന് നിസാര വോട്ടുകൾക്ക് ജയിച്ച് UDF-ന്റെ ഭാഗമായി ഇന്നൊരു മണ്ഡലമാണ്. അവിടെ UDF 505 വോട്ടിനാണ് വളരെ ചെറിയ മാർജിനിൽ ജയിച്ചൊരു മണ്ഡലമാണ്. അവിടെ UDF ദുർബലമായി പോയി. പക്ഷെ അവിടെ ദുർബലമായപ്പോൾ BJP-ക്ക് ഗുണം ചെയ്തില്ല. MLA നന്നായി പെർഫോം ചെയ്തപ്പോൾ ജനങ്ങൾ LDF-നൊപ്പം അല്ലെ MLA-ക്കൊപ്പം നിന്നു. അതിന്റെ സൂചകമാണ് ഈ കാണുന്നത്. 28.08 എന്നുള്ള വലിയ പിറവം, തൃത്താല, മണലൂർ. അതല്ലേ, ആ 4 മണ്ഡലങ്ങൾ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന. ഈ പാറശാല മണ്ഡലത്തിന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വേറൊരു തരത്തിൽ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ബെൽവെദർ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയില്ലേ, അതായത് ഒരു അധികാര സർക്കാർ വരുമ്പോൾ ചില മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ ജയിക്കുന്ന ആളുകൾ എപ്പോഴും ഭരണത്തോടൊപ്പം അതെ, അങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ട്. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ 2 മണ്ഡലങ്ങളാണ് ദീർഘകാലമായിട്ട്. ഇത് ഈ മുന്നണികൾ ഉണ്ടായ 82-ന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു അപവാദമുണ്ട്. 1996-ൽ സുന്ദരൻ നാടാർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചിരുന്നു. അതൊഴിച്ചു നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആരാണ് MLA ആകുന്നത് ആ കക്ഷിയുടെ ഭരണമായിരിക്കും വരുന്നത്. ഇതിപ്പോ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം വന്നു. അപ്പൊ ഇത്തവണ സാധ്യതയുണ്ടോ അറിയില്ല. പക്ഷേ എന്താണെങ്കിലും പക്ഷേ ഇതനുസരിച്ച് LDF ആണ് അവിടെ ജയിക്കുന്നത്. അല്ല, ഈ പാറശാല പരിശോധിക്കുമ്പോൾ അവിടെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമോ സർക്കാർ മാറണമെന്നുള്ള അഭിപ്രായം ഒന്നും തന്നെ പ്രതിഫലിക്കുന്നില്ല. അവിടെ കംപ്ലീറ്റ്ലി ആൾക്കാർ CK ഹരീന്ദ്രൻ ഓക്കെയാണ്. ഒരു എതിർ സ്ഥാനാർത്ഥി പ്രോമിനന്റ് ഇല്ല. അങ്ങനത്തെ ഒരു വിഷയം കൂടി ഉണ്ട് അവിടെ. അപ്പം CK ഹരീന്ദ്രന്റെ പെർഫോമൻസിന് നമുക്കും കൂടി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് അദ്ദേഹത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ MLA-മാരും കേരളത്തിൽ ഇത്രയും മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റണം എന്നുള്ള അഭിപ്രായക്കാരായിരിക്കും നമ്മൾ 3 പേര് അല്ലേ. എല്ലാവർക്കും 80-ക്ക് എബവ് കിട്ടണം എന്നൊരു ആഗ്രഹക്കാരാണ് നമ്മൾ. നമ്മളെ ഈ സർവേയുടെ റിസൾട്ട് വന്നതിന് ശേഷം പലതരത്തിൽ MLA-മാർ, അവരുമായിട്ട് ഒത്തു പ്രവർത്തിക്കുന്നവർ, സ്ഥാനാർത്ഥികളാകാൻ താല്പര്യമുള്ളവർ, ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ MLA-മാര്, പ്രത്യേകിച്ചും ഇടതുപക്ഷ MLA-മാര് വിളിച്ചവരിൽ ചിലർ പറഞ്ഞൊരു കാര്യം, MLA-മാർ മാത്രമല്ല അവിടെ എല്ലാം മറ്റൊരു സ്ഥാനാർത്ഥിയും കൊണ്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വിജയഘടകം. അവർ പറയുന്നത് കിഫ്ബിയാണ്. അതായത് ഇപ്പൊ ഈ പാറശാല മണ്ഡലത്തിൽ തന്നെ എത്ര ഒരു പാലം, കുമ്പിച്ചൽ കടവ് പാലം, ഒരു ആദിവാസി ഊരിലേക്കുള്ള ഒരു പാലം വളരെ റീസെന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ആഘോഷിക്കപ്പെട്ടതാണ്. അത് ഈ പറഞ്ഞ പാറശാല മണ്ഡലത്തിൽ വന്നതാണ്. ഇത് ഒരു ഘടകം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. MLA-മാർക്ക് മാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മണ്ഡലത്തിൽ 200-250 പേരെ കാണുമ്പോൾ 1 മാർക്ക് മുതൽ 10 മാർക്ക് വരെ
അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ റേറ്റിംഗ് ഇടുന്നതിന്റെ ആവറേജ് ആണ് നമ്മുടെ 82 പോയിന്റ്, അല്ലെ നമ്മൾ ഈ പറയുന്ന 68 പോയിന്റ്. അപ്പം ജനങ്ങൾ കൊടുക്കുന്ന മാർഗ്ഗമാണ് MLA-യുടെ പെർഫോമൻസ്. ഇപ്പൊ ചാണ്ടികുമ്മനായാലും ഇപ്പം ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ P. ബാലചന്ദ്രനായാലും അല്ലെങ്കിൽ മണലൂരിലെ മുരളീധരനായാലും ഇവർക്കൊക്കെ ജനങ്ങൾ റേറ്റ് ചെയ്താണ്. നമ്മൾ കണ്ട ആളുകൾ 10-ൽ കൊടുത്ത മാർക്കിന്റെ ആവറേജ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ 80 മുകളിൽ ഇപ്പൊ എനിക്കൊന്ന് വരുന്ന രണ്ടാമത്തെ MLA MS അരുൺകുമാർ കഴിഞ്ഞാൽ വരുന്ന രണ്ടാമത്തെ MLA ആണ് CK ഹരീന്ദ്രൻ. 2011 VS അച്യുതാനന്ദന്റെ പടം വെക്കാതെ മത്സരിച്ച അപൂർവം സ്ഥാനാർത്ഥികൾ എന്തായാലും അന്ന് വിജയിച്ചില്ല. അതിനുശേഷം നോക്കൂ, ഇപ്പോൾ പാറശാല വളരെ ക്ലിയർ ആയിട്ട് LDF-നെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ചിത്രം. നമുക്ക്